നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. വെറുതെ ആവശ്യമില്ലാത്ത സ്വപ്നങ്ങൾ കണ്ട് പേടിക്കേണ്ട ഒരു കാര്യമില്ല. കാര്യമുണ്ട് ഗിരിജെ. നീ ചിലപ്പോ അവളെ ഒന്നും ചെയ്യില്ലായിരിക്കും. പക്ഷേ കയ്യോ കാലോ തെറ്റി ഒന്ന് താഴെ വീണാലോ? അതിന്റെ മുന്നറിയിപ്പായിട്ടാണ് ഞാൻ ഈ സ്വപ്നം കണ്ടതെങ്കിലോ? അതുകൊണ്ടേ ഇവളുടെ സുരക്ഷിതത്വത്തിന് ഒരു കൂട്ടായി ഇവിടെ തന്നെ നിൽക്കാനായിട്ടാ ഞാൻ വന്നത്. എപ്പോഴും ഇവളുടെ ബോഡി ഗാർഡായിട്ട് ഞാനുണ്ടാവും. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഞങ്ങൾ ഇത്രയും പേരും ഉണ്ടല്ലോ. എന്തായാലും സുധർമ്മ കണ്ട സ്വപ്നം ഭയങ്കരമായിപ്പോയി. ഇവിടെ എല്ലാരും കൂടി സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടിട്ട് സഹിക്കാത്തത് കൊണ്ടുണ്ടായ സ്വപ്നമാണ് ഇതെന്നാണ് എന്റെ സംശയം. അങ്ങനൊരു പേടി വേണ്ടട്ടോ. എന്നാലും എന്റെ ഒരു മനസ്സമാധാനത്തിന് അതിന്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല. ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ. പോരെങ്കിൽ അഞ്ജനയുടെ കാര്യം ഇനി ഞാനും കൂടി ശ്രദ്ധിച്ചോളാം. ഇത് ലോകത്തെ 8ാമത്തെ അത്ഭുതം. നിങ്ങൾ ആരും എന്നെ കളിയാക്കണ്ട. ഞാൻ മാറിയെന്ന് പറഞ്ഞാ മാറിയത് തന്നെയാ. എന്നാലും എന്റെ സുധർമ്മേ, ഇങ്ങനൊരു സ്വപ്നം നിങ്ങൾ കണ്ടു കളഞ്ഞല്ലോ. അവളുടെ കാര്യം നോക്കാൻ ആരും വേണ്ട, ഞാൻ നോക്കിക്കോളാം. പക്ഷേ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമായി കാണാമെന്ന് ആരും വിചാരിക്കണ്ട. ആരുടെയും ഈ മാറ്റം എനിക്കിപ്പോഴും വിശ്വാസമായിട്ടില്ല. എനിക്കറിയാം ദർശനെ. എന്ത് ചെയ്യാം, ഹൃദയം തുറന്ന് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. എന്നെ വിശ്വസിക്കാന്ന് ദർശനയ്ക്ക് തോന്നുന്ന ഒരു സമയം വരും. അപ്പൊ വിശ്വസിച്ചാ മതി. അതുവരെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിങ്ങളോട് ആരോടും ഒരു വഴക്കിനും വരില്ല. എനിക്ക് ആരോടും ഒരു പിണക്കോ പരിഭവോ ഒന്നുമില്ല. പോകുന്നില്ലേ? മാഡം, ഞാൻ എന്തായാലും കുറച്ചു ദിവസം ഇവിടെ നിൽക്കാൻ പോവാ. സുധർമ്മ ഇവിടെ കുറച്ചു ദിവസം നിൽക്കുന്നതിൽ ഇവിടെ ആർക്കും ഒരു പരാതിയും ഇല്ല. പക്ഷേ ഇതുപോലുള്ള സ്വപ്നങ്ങൾ ഇനി കാണരുത്. ഇല്ല. ഇപ്പൊ ഇവിടെ എല്ലാവരും സന്തോഷത്തിലാ പോകുന്നത്. സുധർമ്മയുടെ സ്വപ്നം കാരണം ആ സന്തോഷം തകരരുത്. മനസ്സിലായല്ലോ? വാ മോളെ. നീ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞത് ഉള്ളതാണോ സുധർമ്മേ? പിന്നെ പേടിച്ചു പോയി. അതുകൊണ്ടല്ലേ ഞാൻ രാവിലെ തന്നെ ഇങ്ങോട്ട് പോകുന്നത്. അല്ലാതെ ഇവിടെ കുറച്ചു ദിവസം നിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല അല്ലേ? ഏയ് അല്ലല്ല. അങ്ങനെയാണെങ്കിൽ എനിക്കതങ്ങ് പറഞ്ഞ പോരെ. എന്റെ ദർശനമോളെ കൊണ്ടുവന്ന വീടാ ഇത്. എന്റെ സ്വന്തം വീടല്ലേ ഇത്? അല്ല, നീ വീടിന്റെ മുകളിൽ നിന്ന് അഞ്ജനയെ ഗിരിജ തള്ളി താഴെയിടുന്നതാണോ സ്വപ്നം കണ്ടത്? അതെ. അഞ്ജനമോള് വെറുതെ അവിടെ നിൽക്കുമായിരുന്നു. അപ്പോഴാ ഗിരിജ പിന്നിലെത്തി തള്ളി ഒന്ന് താഴെ ഇട്ടത്. എന്തായാലും നീ ഒന്ന് സൂക്ഷിച്ചോണം. എന്തിന്? ഗിരിജ മാനസാന്തരം വന്ന് ഇപ്പൊ എല്ലാവരോടും നല്ല സ്നേഹത്തിലാ പെരുമാറുന്നത്. ഒരു സ്വപ്നത്തിന്റെ കഥയും കൊണ്ടുവന്ന് നീ അത് നശിപ്പിച്ചു. അവക്ക് ഭ്രാന്തളകാത്തതേ നിന്റെ ഭാഗ്യ. അങ്ങനെ എങ്ങാനും സംഭവിച്ചിരുന്നെങ്കിൽ നീ സ്വപ്നം കണ്ടത് യാഥാർത്ഥ്യമായി സംഭവിച്ചേനെ. അയ്യോ, എന്ന് പറഞ്ഞാ പിന്നെ ഈ വീട്ടിൽ നിൽക്കുന്ന ഓരോ നിമിഷവും നീ സൂക്ഷിക്കണം. ഏത് നിമിഷം വേണമെങ്കിലും
ഗിരിജയ്ക്ക് പഴയ ഭ്രാന്ത് വരാം. അങ്ങനെ സംഭവിച്ച അവൾക്കിപ്പോ ഏറ്റവും കൂടുതൽ വൈരാഗ്യം നിന്നോടായിരിക്കും. ഭ്രാന്ത് വരുമ്പോ അത് ഉറപ്പായിട്ടും പുറത്ത് ചാടും. ഒന്നുകിലും നീ ഉറങ്ങിക്കിടക്കുമ്പോ അവള് നിന്നെ കത്തിയോണ്ട് കുത്തിക്കൊല്ലും. അയ്യോ, അല്ലെങ്കിൽ അഞ്ജന മോളെ കുറിച്ച് സ്വപ്നം കണ്ടത് നിന്റെ കാര്യത്തിൽ തീർച്ചയായും സംഭവിക്കും. ഒരു കാരണവശാലും നീ ഈ വീടിന്റെ ടെറസിലൊന്നും പോയി നിൽക്കരുത്. ഗിരിജ ചിലപ്പോ നിന്നെ തള്ളി താഴെ ഇട്ട് കൊല്ലും. സത്യമാണോ? ആ, എന്തായാലും നിന്റെ കാര്യത്തിലൊരു തീരുമാനമായി എന്നാ തോന്നുന്നത്. ഉണർന്നിരിക്കുമ്പോ മാത്രമല്ല, ഉറങ്ങുമ്പോഴും നീ സൂക്ഷിക്കണം. ദേ, ഗിരിജയുടെ 7 അയലത്തേക്ക് നീ പോകരുത്. അയ്യോ, എന്റെ ഈശ്വര, ഞാനൊരു സ്വപ്നം കണ്ടുപോയത് പുലിവാലായോ? പൊട്ടൊന്നില്ലല്ലോ. ദർശനേ, ദർശനേ. എന്താ രൂപേഷേട്ടാ? കണ്ടില്ലേ, ഇത് കണ്ടില്ലേ? പുതിയ ഷർട്ടാ. ഇതിന്റെ ബട്ടൺസ് പൊട്ടിപ്പോയി. ഇനി ഈ ബട്ടൺസ് തയ്ക്കാതെ എങ്ങനെ ഈ ഷർട്ട് ഇട്ടുകൊണ്ട് പോവും? ആ സൂചി നൂലെടുത്തേ, ദേ ഇതൊന്ന് തച്ച് തന്നെ. ഇന്നേ വേറൊരു ഷർട്ട് ഇട്ടോണ്ട് പോയാ മതി. ബട്ടൺസേ ഞാൻ പിന്നെ തയ്ച്ചു തരാം. അയ്യോ, അത് പറ്റില്ല. എനിക്ക് ഈ ഷർട്ട് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തിട്ടതാ. ഒന്ന് തച്ചുതാ. ശരി. എന്റെ അടുത്താ കളി. ഇന്നേ എന്റെ മോൻ ഈ ഷർട്ട് ഇട്ടോണ്ട് പോയാ മതി. അതെ, ഈ ബട്ടൺസ് താനേ പൊട്ടിയതല്ലാന്ന് എനിക്കറിയാം. രൂപേഷേട്ടൻ അത് വലിച്ചു പൊട്ടിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. മോന്റെ കൊള്ളത്തിലങ്ങ് കയ്യിൽ വെച്ചാ മതി. അഞ്ജന മോളെ നിക്ക്. അയ്യോ മോളെ. അഞ്ജു, എന്താ അമ്മായി? അഞ്ജന മോള് ഫ്രൂട്ട്സ് കഴിക്കുന്നില്ല ദർശനെ. വെറുതെ എന്നിട്ട് ഓടിക്കുക. ഈ സമയത്ത് ഇവളിതൊന്നും കഴിക്കില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? ആരോഗ്യം നോക്കണ്ടേ? ഞങ്ങളുടെ ആരോഗ്യം നോക്കാൻ അമ്മായി ഇങ്ങോട്ട് വന്നു. അമ്മയുടെ ആരോഗ്യം ആര് നോക്കും? അഞ്ജനയുടെ ആരോഗ്യം നോക്കുന്ന കൂട്ടത്തിലേ അമ്മായി അമ്മായിയുടെ ആരോഗ്യം നോക്കിക്കോളും. അല്ലേ അമ്മായി? ഇവരുടെ കാര്യം നോക്കാനേ ഞാനല്ലാതെ വേറെ ആരാ ഉള്ളത്? ഒരു ബന്ധു എന്ന് പറയാൻ ഈ അമ്മായി അല്ലേ ഉള്ളൂ. അല്ലേ അഞ്ജന മോളെ? അഞ്ജന മോളിതാ ഇതൊന്ന് വന്ന് കഴിക്ക്. ദാ ഒരെണ്ണം മാത്രം കഴിക്ക് മോളെ. ഷോ, ദേ കണ്ടില്ലേ മോളെ അവൾ ഓടിപ്പോയത്? ഞാനേ ഇത് അവക്കൊന്ന് കൊടുത്തിട്ട് വരാവേ. പോയാ അഞ്ജന മോളെ. എന്ത് നല്ല സ്നേഹമല്ലേ. അവരുടെ മനസ്സിലിരിപ്പ് വേറെയാ. അത് ഈ ജന്മത്ത് നടക്കില്ല. തരുണിനെ കൊണ്ട് അഞ്ജനയെ കല്യാണം കഴിപ്പിക്കുന്ന കാര്യമല്ലേ? അതെ, അതിനുവേണ്ടിയുള്ള എന്തോ ഒരു പദ്ധതിയുമായിട്ടാ അവര് വന്നിട്ടുള്ളത്. അന്ന് ഞാൻ അവരെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടതാ.
എന്നിട്ടും ഒരു നാണവും ഇല്ലാതെ വീണ്ടും വന്നിരിക്കുക.